നമുക്കിന്ന് ഈ ഒരു ഫോട്ടോ ബുക്ക് ചെയ്താലോ. സോ വെൽക്കം ടു ദ മെറാക്കി എസ്തെറ്റിക്സ്. ഇതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് A3 സൈസിലുള്ള ഈ ഒരു ബ്രൗൺ ഷീറ്റ് ആണ്. ഈ ഒരു ബ്രൗൺ ഷീറ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്യൂട്ടോറിയൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. ഈ ഫോട്ടോസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ യൂസ് ചെയ്യണേ. അതിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു കാർഡിൽ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ മെഷർമെന്റ് എടുക്കണം. മെഷർമെന്റ് എടുക്കുമ്പോൾ എപ്പോഴും ആ ഒരു ഫോട്ടോനെക്കാട്ടിലും ഒരു 2-3 സെന്റിമീറ്റർ ബിഗ്ഗർ സൈസ് ആയിട്ട് എടുക്കാൻ നോക്കുക. അപ്പം നമുക്ക് വേണ്ട പേജസിന്റെ ലെങ്ത് ആൻഡ് വിഡ്ത്ത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പേജ് കട്ട് ചെയ്തെടുക്കണം. അപ്പം നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലൂടെ ജസ്റ്റ് സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അവിടെ കറക്റ്റായിട്ട് വരഞ്ഞു കൊടുത്ത് തിരിച്ച് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെയെല്ലാം നമ്മൾ സിഗ്സാഗ് പോലെയാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കും ഇതിന്റെ ഫൈനൽ ഔട്ട് വരിക. നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസിന്റെ എണ്ണം അനുസരിച്ച് നമുക്ക് ഇതിന്റെ പേജസിന്റെ എണ്ണവും കൂടി നമുക്ക് കൂട്ടാൻ പറ്റും. ഇതിലിപ്പോൾ 5 ഫോട്ടോസ് മാത്രമേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ 8 ഫോട്ടോസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതേപോലെ സെയിം ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഫോട്ടോസ് പേസ്റ്റ് ചെയ്യേണ്ട സിഗ്സാഗ് കാർഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഔട്ടർ കവറും കൂടി സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഒരു കാർഡ് പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ഒരു സിഗ്സാഗ് കാർഡ് ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ സെയിം മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോക്സ് പോലെ തന്നെ ഔട്ടർ കവർ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ സിഗ്സാഗ് കാർഡിന്റെ തിക്നെസ് എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് അതിന്റെ സെയിം സെന്റിമീറ്ററിൽ നിങ്ങളുടെ എക്സ്ട്രാ ഒരു ലൈൻ കൂടെ വരഞ്ഞു കൊടുക്കുക. ഞാനിവിടെ 0.5 സെന്റിമീറ്റർ ആണ് തിക്നെസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു മെഷർമെന്റ് കുറച്ച് കൂടി പോയാലും ഒട്ടും കുറഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. മെഷർമെന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്താൽ ഏകദേശം നിങ്ങൾക്ക് ഇതുപോലെ കിട്ടണം. ഇനി നമ്മുടെ സിഗ്സാഗ് കാർഡ് നമുക്ക് ഇതിലോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കാർഡ് ഇതിന്റെ മേലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പം ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ കാർഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ഫോട്ടോസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റിക്കർ പ്രിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒന്നുമില്ല, ജസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ സ്റ്റിക്കർ പ്രിന്റ് എടുത്തേ ഉള്ളൂ. നിങ്ങൾ എടുക്കുന്ന നോർമൽ പ്രിന്റ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാം. ഫോട്ടോസ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസും സ്റ്റിക്കേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ലുക്ക് വരുന്നത് എങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഔട്ടർ കവർ ഒന്ന് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ വൈറ്റ് കളറിലുള്ള ഒരു ജൂട്ട് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ചെറിയൊരു പേർപ്പിൾ ഹാർട്ടും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കോർണേഴ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൂളിന്റെ ലിങ്കും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡഡ് ആണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റിബൺ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ലേസ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് നമുക്ക് ടൈ ചെയ്യാനുള്ള റിബൺ ഒന്ന് പ്ലേസ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ കാർഡിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ടൈ ചെയ്താൽ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ട്യൂട്ടോറിയൽസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.